നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് നയന വീട് വിട്ടിറങ്ങുന്നതിന് മുമ്പ് വിഘ്നേശ്വരന്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. തൊഴുത് പ്രാർത്ഥിച്ച് എല്ലാവരുടെ മുന്നിലേക്ക് വരുവാണ്. എന്നിട്ട് പറഞ്ഞു, അതെ, മൂർത്തി ജ്വല്ലറിയുടെ 50-ാം വാർഷികത്തിന് വിഘ്നേശ്വരനെ മോടി പിടിപ്പിച്ച ആള് ഞാനാണല്ലോ. അപ്പം ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വിഘ്നേശ്വരനോടൊന്ന് പ്രാർത്ഥിക്കണമെന്നും കരുതി എന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു, ഞാൻ ഇറങ്ങുവാന്ന് പറയണം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ജലജയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമായി. പക്ഷേങ്കില് ദേവേനിക്കാണ് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, മോളെ, മുത്തശ്ശി വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ആ സമയത്ത് ദേവേനിയും ജയനും ഉണ്ടായിരുന്നു കൂടെ. ചന്തുമോള് അവരുടെ കൂടെ പോകാനായിട്ട് തുടങ്ങി കഴിയുമ്പോഴത്തേനും അവന്റെ കുഞ്ഞിൻ്റെ അടുത്തു, മോള് പോവണ്ട, മോൾ ഇവിടെ നിൽക്കാനും പറഞ്ഞ് അങ്ങനെ എടുത്ത് കൈ പിടിക്കണം. ആ സമയം അബയ്ക്കും ജലജിക്കും അത് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കാറിനകത്തേക്ക് ഉടന്ന് സാധനങ്ങളൊക്കെ വെച്ചു. സാധനങ്ങളൊക്കെ വെച്ച് നയനെ കയറാൻ തുടങ്ങുമ്പോഴത്തേനും ചന്തുമോള് അമ്മയെന്നും വിളിച്ചോണ്ട് ഓടി അങ്ങോട്ടേക്ക് വരുന്നേ. അമ്മേ, എന്നെയും കൂടെ കൊണ്ടുപോകും അമ്മയെന്നും പറഞ്ഞുകൊണ്ട്. അത് കേട്ടപ്പോ നയനയ്ക്ക് ഭയങ്കര വിഷമായി. നയന പോയി ചന്തുമോളെ കോരിയെടുത്തു. മോളോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അമ്മയുടെ മോള് വിഷമിക്കല്ലേ, ദേ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും ഞാൻ ഇങ്ങോട്ടേക്ക് വരാട്ടോ. പിന്നെ ശനിയും ഞായറും ഒക്കെ മോളെ കാണാനായിട്ട് ഞാൻ വരാം. മോളെ ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. മോൾ ഇപ്പൊ സങ്കടപ്പെടില്ലേ എന്ന് പറഞ്ഞു. അത് കേട്ടതും ദേവേനി പറഞ്ഞു, എങ്ങനെ സങ്കടപ്പെടാതിരിക്കും? കാരണം ഇവിടെ വന്നതിന് ശേഷം മോളുടെ അമ്മയെ അന്വേഷിച്ചിട്ടില്ല. എന്തുകൊണ്ടാ? അവൾക്ക് അമ്മയായിട്ട് നീ ഉണ്ടായിരുന്നല്ലോ, നീ പോകാന്ന് പറഞ്ഞപ്പോ അവൾക്ക് നല്ല സങ്കടമായെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു, മോളും കൂടെ വരാനും പറഞ്ഞുകൊണ്ട് ചന്തുമോളെ മേടിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, സങ്കടപ്പെടല്ലേ, കരയല്ലേ എന്നൊക്കെ പറഞ്ഞു. നയനിക്കും ഭയങ്കര വിഷമമായിരുന്നു. പിന്നീട് ചന്തുമോളോട് പറഞ്ഞു, അമ്മ പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞ് കാറിലേക്ക് കയറി. അങ്ങനെ അവര് യാത്രയാകുവാണ്. ഈ സമയത്ത് അജയനും ഭയങ്കര സങ്കടമായി. അജയൻ പറഞ്ഞു, ശരിക്കും പറഞ്ഞാല് ഇപ്പൊ നയനമോൾ ഇവിടുന്ന് പോകണ്ടായിരുന്നു പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മുത്തശ്ശി പറഞ്ഞു, ആദർശ് ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോ നീ ഒന്നും പറഞ്ഞില്ല പോവണ്ടാന്ന്. എന്നിട്ട് ഇപ്പം നയനമോള് പോയി കഴിഞ്ഞപ്പോഴത്തേനും എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്നും പറഞ്ഞിട്ട് മുത്തശ്ശി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോയി. അജയനും ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. കാരണം അനി ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. നയന് പോകുന്ന കാര്യത്തെക്കുറിച്ചോ അതിനെക്കുറിച്ചൊന്നും അനി അറിഞ്ഞിട്ടില്ല. ഇപ്പൊ അവൻ അറിഞ്ഞു കഴിയുമ്പോ എന്താവും എന്നൊരു ചിന്തയൊക്കെ അജയന്റെ മനസ്സിലും ഉണ്ടായിരുന്നു. ഇതേ സമയത്ത് നവ്യ ജലജയോടും അവന്തിയോടും അഭിയോടും ഒക്കെ ആയിട്ട് പറഞ്ഞു, ഈ നയനയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആണെങ്കിൽ അങ്ങോട്ടേക്ക് പോവായിരുന്നു. അയാൾ ശരിക്കും സ്വാർത്ഥന, സ്വന്തം കാര്യം സിന്താബ. അതുകൊണ്ടാണല്ലോ അയാള് അനികയെന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ചതിച്ച് ചന്തു എന്ന് പറയുന്ന ഒരു മോളെ ഉണ്ടാക്കിയത്. എന്നിട്ടും അയാളെ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് മുത്തശ്ശിയും അജയനും ചന്തമോളും കൂടെ അങ്ങോട്ട് വരുന്നേ. ആ സമയം മുത്തശ്ശി ചോദിച്ചു, എന്താ അവള് പറയണെന്ന് ജലജയോട് ചോദിച്ചു. അപ്പോഴേക്കും ജലജ പറഞ്ഞു, അല്ല, നയന ഇവിടുന്ന് പോയത് ശരിയായില്ലെന്നാ പറയണത്. അവൾ ഇവിടുന്ന് പോവേണ്ട കാര്യമില്ലായിരുന്നെന്ന്. അത് കേട്ട് ഇനിയിപ്പൊ നബി പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ? അല്ല, അങ്ങനെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതേ ഈ പറയുന്ന നയനെയും ആദർശിനെയും അല്ലേ അച്ഛ അമ്മയെന്നൊക്കെ ചന്തുമോള് വിളിക്കുന്നേ. അങ്ങനെയാണെങ്കിൽ ചന്തുമോളെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോയാൽ എന്തായിരുന്നു അയാൾക്ക്? ചന്തുമോൾ അവരോടൊപ്പം അല്ലേ കഴിയണ്ടേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം മുത്തശ്ശിങ്ങനെ രൂക്ഷമായിട്ടൊന്ന് ജലജയൻ അഭിയെ നോക്കണം. അല്ല, മുത്തശ്ശിക്ക് തോന്നുന്നില്ലേ അങ്ങനെ? ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ? അവരോടൊപ്പം കഴിയണ്ടല്ലേ? കുഞ്ഞിന്റെ അച്ഛനോടൊപ്പം അല്ലേ കുഞ്ഞു വളരണ്ടേന്ന് ചോദിച്ചു. അത് കേട്ടത് ജലജ പറഞ്ഞു, അത് ശരിയാ, കുഞ്ഞിന്റെ അച്ഛനോടൊപ്പം തന്നെയാ വളരേണ്ടെന്ന് എന്ന് പറഞ്ഞ് തീരുവല്ല. മുത്തശ്ശി ഒരൊറ്റ അടിയായിരുന്നു അവളുടെ കർണം പൊത്തിയിട്ട്. എന്താടി നീ പറഞ്ഞെന്ന് ചോദിച്ചോണ്ട്. അത് കേട്ടപ്പോ നവി ചോദിച്ചു, എന്തിനാ മുത്തശ്ശി എന്തിനാ അമ്മ അടിച്ചേ? ഞാനല്ലേ അങ്ങനെ പറഞ്ഞത്, അതിന് അമ്മ അടിച്ചത് എന്തിനാ? ഇത് കേട്ടതും ജയം പറഞ്ഞു, അതെ, അതിനുള്ള അർഹത അവർക്കുണ്ട്. തല്ലുകൊള്ളേണ്ട നീയല്ല, ഈ നിൽക്കുന്ന അബിയും ജലജയാന്ന് പറഞ്ഞു. അതിനെന്തിനാ ഇവരെ തല്ലുന്നേന്ന് ചോദിച്ചു. ഇവർക്ക് തല്ലുകൊള്ളാനുള്ള യോഗ്യത ഉള്ളതുകൊണ്ട് മാത്രം. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, നിന്റെ ജീവിതം തകരലെന്നാ ഇവിടെ എല്ലാരും കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇവൾക്കിട്ട് തല്ലു കൊടുക്കുന്നത്. അല്ലെങ്കിലോ ഉണ്ടല്ലോ. പിന്നെ ജലജയോട് പറഞ്ഞു, ഒരക്ഷരം പോലും നീ മിണ്ടി പോയേക്കല്ല, അറിയാലോ. മിണ്ടിയിട്ടുണ്ടെങ്കിൽ ഇനി ഇതൊന്നും ആയിരിക്കില്ല. ആദർശ് പോയി കഴിഞ്ഞപ്പോ എന്റെ പാതി ജീവൻ പോയതുപോലെ ഇപ്പൊ നയനമോളും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ബാക്കി പകുതിയും കൂടെ പോയി. ഇപ്പൊ ഞാൻ മരവിച്ച അവസ്ഥയില കാര്യങ്ങള്. എന്റെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാത്തിനും ഒരു പരിധിയുണ്ട് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും ചന്തുമോളെ എടുത്തിട്ട് അജയൻ പറഞ്ഞു, മോള് വാ, ദേ മോളെ ഇനി അതെ ഞാൻ കൊണ്ടുപോവാ കേട്ടോ, മോളുടെ അച്ഛൻ്റെ അമ്മയടുത്തേക്ക് ഞാൻ കൊണ്ടുപോവാ ഇടയ്ക്കെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എടുത്തോണ്ട് അങ്ങോട്ട് പോവാണ്. നബിക്ക് ഒട്ടും അതും കൂടി ഇഷ്ടപ്പെട്ടില്ല ആ പോകുന്നതൊക്കെ. കാരണം എന്തിനാ തൻ്റെ അമ്മയെ മുത്തശ്ശി തല്ലിയെന്ന് പോലും എനിക്ക് നബിക്ക് മനസ്സിലായില്ല. അങ്ങനെ ചന്തമോളെയും കൊണ്ട് അജയൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ നബി പറഞ്ഞു, എന്തൊരു സ്നേഹമാ ആ കൊച്ചിനോട് ഇവിടെ എല്ലാവർക്കും.
അപ്പോഴേക്കും അവന്തി പറഞ്ഞു, അതിന് പാവം കൊച്ചു കുഞ്ഞല്ലേന്ന് ചോദിച്ചു. കൊച്ചു കുഞ്ഞ്, അവള് വളർന്നു വരുമ്പോ അല്ലയോ അറിയാം വഷളത്തരോ എന്തൊക്കെയാന്ന്. അല്ല അച്ഛന്റെ അല്ലേ മോള്, വഴി പിടിച്ച് പോകാതിരുന്ന ഭാഗ്യം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അഭി പറഞ്ഞു, എന്തിനാ നവി നീ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ പറയാതെ, ആദർശന്റെ കുഞ്ഞല്ലേ അവള്, അപ്പൊ ആദർശനോടൊപ്പം അല്ലേ നിക്കണ്ടേ. എന്താടാ നിനക്ക് അത് പറഞ്ഞപ്പോ ഒരു ബുദ്ധിമുട്ട്, നിന്റെ കുഞ്ഞൊന്നും അല്ലല്ലോ നീ അതിനോട് ഇത്ര സ്നേഹം കാണിക്കാനായിട്ട് എന്ന് ചോദിച്ചു. അത് കേട്ടതും അവന്തികയെ ജലജയൊക്കെ ഒരു നിമിഷം ഞെട്ടി നവിയെ നോക്കണം. നവി പറഞ്ഞു, കൂടുതൽ സ്നേഹമൊന്നും നീ കാണിക്കാൻ പോണ്ട എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. നവിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോ മുത്തശ്ശി സങ്കടത്തോടും ദേഷ്യത്തോടും കൂടിയിട്ട് മുറിയിലേക്ക് ചെല്ലുവാണ്. ആ സമയം മുത്തശ്ശൻ മുറിയിലുണ്ടായിരുന്നു. മുത്തശ്ശനോട് പറഞ്ഞു, ഞാൻ വല്ല ഗുരുവായൂർക്കോ മറ്റോ പോകുകയെന്ന് പറഞ്ഞു. ഗുരുവായൂർക്കോ? അവിടേക്ക് എന്തിനാ പോകുന്നേ? അവിടെ ആരോ ഉള്ളതെന്ന് ചോദിച്ചു. ഗുരുവായൂരപ്പൻ ഉണ്ടെന്ന് പറഞ്ഞു. അല്ല ഇദ്ദേഹം അല്ലേ മുമ്പേ പറഞ്ഞതാ, നമുക്ക് വയസ്സും പ്രായമായി കഴിയുമ്പോൾ ഒന്നും പറ്റാതെ ആയി കഴിയുമ്പോൾ ഗുരുവായൂർ പോയണം, അവിടെ പോയി ഭജനയൊക്കെ ആയിട്ട് ഇരിക്കണോന്ന് പറഞ്ഞേ അങ്ങനെ പോകാൻ തീരുമാനിച്ചു. ഇപ്പൊ വസുന്ധരയ്ക്ക് എന്താ അതിന് മാത്രം ബുദ്ധിമുട്ടായെന്ന് ചോദിച്ചു. പിന്നല്ലാതെ എന്റെ കൊച്ചുമാൻ പോയി കഴിഞ്ഞപ്പം എനിക്ക് നെഞ്ചു പൊട്ടുമായിരുന്നു. ഇപ്പോഴാണ്ട് നായനുമ്പോളും കൂടെ പോയി, എല്ലാരും പോയി കഴിഞ്ഞിട്ട് ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കണേ, എനിക്കിവിടെ ജീവിക്കാനും പറ്റുന്നില്ല. ഇദ്ദേഹത്തോട് ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോ നൂറ് ന്യായങ്ങളാ പറയണേ. അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആദർശിനെ നയനമോളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ഇദ്ദേഹത്തിന് എന്താ കിട്ടിയെന്ന് ചോദിച്ചു. അത് കേട്ടപ്പം മുത്തശ്ശൻ പറഞ്ഞു, അല്ല വസുന്ധരയ്ക്ക് അങ്ങനെ പോകാൻ താല്പര്യമാണെങ്കിൽ വസുന്ധര ഒരു കാര്യം ചെയ്യാം, പോയിക്കോളാൻ പറയണം. അതെ എനിക്കറിയാം ഇത് പറയുന്നത്, ഇതിനേക്കാളും ഭേദം അതാ. കാരണം ഇനി അവിടെയെങ്കിലും പോയി സമാധാനത്തോടെ കഴിയാലോ. അവിടെ പോയി ഭജന ഇരിക്കുവാണെങ്കിൽ മനുഷ്യന് കുറച്ച് മനസമാധാനമെങ്കിലും കിട്ടും. ഇത് കേട്ടതും മുത്തശ്ശൻ പറഞ്ഞു, അത് സന്തോഷവും സുഖം തേടിയുള്ള യാത്രയല്ലേ, അത് സ്വാർത്ഥതയല്ലേ എന്ന് ചോദിച്ചു. കാരണം ഇതിനകത്തുനിന്നൊക്കെ വിട്ടകന്ന് പോയി നിൽക്കാന്ന് പറഞ്ഞാല്. അത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, ഇദ്ദേഹം ഒന്നിനും സമ്മതിക്കത്തില്ല അല്ലേന്ന് ചോദിക്കുകയാണ്. അല്ല ഞാനൊരു കാര്യം ചെയ്യട്ടെ, എന്തിനു വേണ്ടിയിട്ടാ അവനെ ഇങ്ങനെ ക്രൂശിക്കുന്നേ? പാപം, അതിന് മാത്രം എന്ത് തെറ്റാ അവൻ ചെയ്തേ? അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? അവന് ഒരു പിഴവുണ്ടായി, സമ്മതിച്ചു. അതിന്റെ പേരിൽ അവനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ശരിക്കും ഇദ്ദേഹം ചെയ്തോണ്ടല്ലോ, വളരെ ക്രൂരതയാന്ന് പറയണം. നയനമോള് പാപം, അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞും കൂടെ ഉണ്ട്. ഈ സമയത്ത് അവനോടൊപ്പം അവളും പോയിരിക്കുന്നേ. അത് കേട്ട് കഴിഞ്ഞപ്പം മുത്തശ്ശൻ പറഞ്ഞു, ഭാര്യ ഭർത്താവ് ഉള്ളിടത്തല്ലേ ഭാര്യ ഉണ്ടാവേണ്ടത്. ഇപ്പം ദേവേന് തന്നെ പോയില്ല നയനോടൊപ്പം. എന്തുകൊണ്ടാ? ഇവിടെ ജയൻ ഉള്ളതുകൊണ്ട് മാത്രമാ പോയിരുന്നേ. അല്ലായിരുന്നെങ്കിൽ ദേവേനെ ഈ വീട് വിട്ട് പോയേനും. അത് നിനക്കറിയാവുന്ന കാര്യമല്ലേ വസുന്ധരെ. വസുന്ധര പറഞ്ഞു, എങ്ങനെ നിൽക്കാനാ ഈ വീട്ടില്? ശരിക്കും ഈ വീടിന്റെ ശ്വാസം എന്നൊക്കെ പറഞ്ഞ ആദർശും നയനമോളൊക്കെ അല്ലായിരുന്നോ? എന്നിട്ടോ ഒടുവിൽ എന്തായെന്ന് ചോദിച്ചു. മുത്തശ്ശൻ പറഞ്ഞു, വസുന്ധരെ നിനക്കറിയത്തില്ലാത്ത പല കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. ഒരു പക്ഷേ ആദർശ് ഈ വീട് വിട്ട് പോയില്ലായിരുന്നെങ്കിൽ അവനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേനെന്ന് പറഞ്ഞു. ഇറക്കി വിട്ടേനെന്നോ? അതെ അങ്ങനെ ചെയ്തേനം. എന്തിനാന്നറിയാവോ? അതിന് പിന്നെ പല കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. നീ പറഞ്ഞില്ലേ ഗുരുവായൂർക്ക് പോകുന്ന കാര്യം, അത് നീ തനിച്ചല്ല, നമ്മൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും ഗുരുവായൂർക്ക് പോകുന്നത്. പക്ഷേങ്കിൽ അത് അങ്ങനെ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് കാണണം. ആദർശ് തലയെടുപ്പോട് കൂടിയിട്ട് ഈ വീട്ടിലേക്ക് കടന്നു വരുന്നേ. എന്താ ഇദ്ദേഹം പറഞ്ഞേ? അതെ ആദർശ് ഇങ്ങോട്ടേക്ക് തലയെടുപ്പോട് കൂടി കയറി വരണം. ആ ഒരു കാഴ്ച കണ്ടിട്ട് വേണം നമുക്ക് പോകാന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഒരു പക്ഷെ എല്ലാ സ്വാഭാവികങ്ങളും കൂടെ കൂടിയിട്ട് ആ MD കസേരയിരിക്കുന്ന ആദർശിന് ഒരിക്കലും ഈ മൂർത്തി ജ്വല്ലറിയുടെ ശത്രുവിനെ കണ്ടെത്താൻ സാധിക്കില്ല. നിനക്കറിയാലോ വസുന്ധരെ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇപ്പൊ ഈ കുടുംബത്തിലൊരു ശത്രുവുണ്ട്. അത് നമ്മുടെ ജ്വല്ലറിയെ താർക്കാൻ മാത്രമല്ല കുടുംബത്തെ താർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരു പക്ഷേങ്കില് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ആദർശ് ആ MD കസേരയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആദർശിന് അത് ആരാന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. പക്ഷേങ്കിൽ ആ കസേരയിൽ ഇരിക്കാത്ത ആദർശിന് അത് കണ്ടുപിടിക്കാൻ സാധിക്കും. നീ കേട്ടിട്ടില്ലേ, ചില രാഷ്ട്രീയക്കാര് ഭരണത്തിലിരിക്കുന്നേക്കാളും ഭയങ്കര ശക്തരാണ്, പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എതിരാളികളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ എന്ന് കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെ ഇതും ആദർശിന് പുറത്തിറങ്ങി കഴിഞ്ഞാലാണ് ശക്തി കൂടുതൽ കിട്ടത്തുള്ളൂ. കാരണം ആദർശിന് കണ്ടെത്താൻ സാധിക്കുള്ളൂ ഇതിന്റെ പിന്നിൽ ആരാ എന്താ ഏതാ കുടുംബത്തെ താർക്കുന്നതെന്ന്. അതുപോലെ തന്നെ ആദർശിനോടൊപ്പം കുറച്ച് നല്ല ആൾക്കാരും ഉണ്ടല്ലോ, ശക്തരായ കുറച്ച് ആൾക്കാരും ഉണ്ട്, കിരണും കല്യാണിയും നന്ദുവിനെ പോലുള്ളവരൊക്കെ. അപ്പൊ അവരുടെയൊക്കെ സഹായം കൊണ്ട് ആദർശിന് ഉറപ്പായിട്ട് കണ്ടെത്താൻ സാധിക്കും ഈ കുടുംബത്തിന്റെ യഥാർത്ഥ ശത്രു ആരാന്ന്. പിന്നെ എനിക്കറിയായിരുന്നു ആദർശ് ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ആദർശിനോടൊപ്പം നയനമോളും കൂടെ പോകുന്നു. ആദർശിന്റെ ബാക്ക് ബോർഡ് എന്ന് പറഞ്ഞ നയനയാണ്. അവൾക്ക് ഈ വീട് വിട്ട് പോകാതിരിക്കാൻ പറ്റില്ല. അവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീട്ടിലെ പ്രതിസന്ധികളൊക്കെ മാറ്റാനായിട്ട് പറ്റും. ഇപ്പം ഈ പോയിരിക്കുന്ന ആദർശ് തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ അതിൽ 10 മടങ്ങ് ശക്തിയോടെ ആയിരിക്കും വരുന്നത്. അങ്ങനെ വരുന്ന ആദർശിനെ തോൽപ്പിക്കാനായിട്ട് ഇനി ഒരു എതിരാളികൾക്കും സാധിക്കില്ല. ഇതൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ആദർശിനോട് ഇങ്ങനെയൊക്കെ പെരുമാറിയെന്ന് പറഞ്ഞു.
ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ എന്നോട് ഇതൊക്കെ നേരത്തെ പറയാൻ വരായിരുന്നോ, എന്തിനാ ഇതൊക്കെ മറച്ചു വെച്ചെന്ന് ചോദിച്ചു. അത് വസുന്ധരെ, നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ലെന്ന് തോന്നി. കാരണം നീ അറിയാതിരിക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാ പറയാതിരുന്നേ. എന്നാലും ഇപ്പൊ എങ്ങനെയാ, ഗുരുവായൂർക്ക് പോണമെന്നുണ്ടോന്ന് ചോദിച്ചു. ഇല്ലാന്ന് പറഞ്ഞു. നമുക്ക് പോകാം, പിന്നീട് ഒരിക്കൽ പോകാന്ന് പറയണം. പ്രായമായി കഴിയുമ്പം കുറച്ച് ആൾക്കാരെ ജോലിക്കാരെയൊക്കെ നിർത്തി നമ്മളെ നോക്കിക്കും. പക്ഷെ എനിക്ക് അതിനേക്കാളും ഇഷ്ടം നമ്മളല്ലാതെ നമ്മൾ പലയിടത്തും ഭജനയൊക്കെ പോയിരിക്കുന്ന അതിനോടാ എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം മുത്തശ്ശി പറഞ്ഞു, എന്നാലും ഒരു തവണയെങ്കിലും പറയായിരുന്നു ആദർശിനെ കുറിച്ച് ഇങ്ങനെയാണ് ഇദ്ദേഹത്തിന് മനസ്സിലുള്ളതെന്ന്. അത് ഞാൻ മനഃപൂർവ്വം പറയാതിരുന്ന. കാരണം എല്ലാവരും എല്ലാം പഠിക്കണം. നിനക്കറിയാലോ, ഒരു തവണ ജയൻ ചോദിച്ചേ, ഈ വിശപ്പ് എന്താ അമ്മേന്ന് ചോദിച്ചേ. ഞാനെന്ത് നിന്നോട് എന്താ പറഞ്ഞ വസുന്ധരെ, അവനൊരു ദിവസം പട്ടിണിക്കിടാൻ പറഞ്ഞില്ലേ. അങ്ങനെ പട്ടിണി കിട്ടു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായില്ലേ വിശപ്പ് എന്താന്ന് അറിഞ്ഞു വേണം കുട്ടികൾ വളരാനായിട്ട് എന്ന് പറഞ്ഞില്ലേ. കാരണം അതിനെക്കുറിച്ച് അറിയില്ല, അതെന്താന്ന് അറിഞ്ഞാൽ മാത്രമേ വിശപ്പിന്റെ വില അവന് പിന്നീട് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നീ കണ്ടിട്ടില്ലേ, ഇപ്പം പത്രത്തിലൊക്കെ വായിക്കാറില്ല, വടക്കേ ഇന്ത്യയിലുള്ള വലിയ കോടീശ്വരന്മാരുടെ മക്കള് ഇവിടെ കേരളത്തിൽ വന്നിട്ട് ഹോട്ടലിലൊക്കെ പാത്രം കഴിയൊക്കെ ജീവിക്കുന്നത്. എന്തുകൊണ്ടാ? അവരറിയണം കഷ്ടപ്പാട് എന്താന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാ. എപ്പോഴും നമ്മളിങ്ങനെ ഈ പട്ടുമത്തയിൽ ഇരുന്നിട്ടുണ്ടെങ്കിലേ കാര്യങ്ങളൊന്നും മനസ്സിലാക്കത്തില്ല. നമ്മൾ പല കാര്യങ്ങളും പഠിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം മുത്തശ്ശിക്ക് ഒരു സമാധാനം സന്തോഷമൊക്കെ ആയി. ആ സമയത്ത് അബി നബിയുടെ അടുത്തേക്ക് വരണം. അപ്പോഴേക്കും നബി പറഞ്ഞു, അവൾക്ക് ഇവിടുന്ന് പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു നയനയ്ക്ക്. ആദർശവാന്റെ അടുത്തേക്ക് പോയിരിക്കുന്നു, അതിന് മാത്രം എന്തായിരിക്കുന്നേ. പാവം പിടിച്ചൊരു പെൺകുട്ടിയെ ഞാൻ ചതിച്ചിട്ട് ജീവിക്കുന്നവൻ അയാള്, എന്നിട്ടാണ് വയറ്റിലൊരു കുഞ്ഞിനെ ഇട്ടുകൊണ്ട് അവൾ അയാളുടെ അടുത്തേക്ക് പോയിരിക്കുന്നത്. അപ്പോഴേക്കും അബി പറഞ്ഞു, അത് പിന്നെ ചില പെണ്ണുങ്ങളൊക്കെ എങ്ങനെയാ, ഭർത്താക്കന്മാർ എത്ര തെറ്റ് ചെയ്താലും അതൊന്നും കാര്യമായിട്ട് എടുക്കില്ല. ഭർത്താക്കന്മാരുടെ അടുത്ത് ചെന്നാലും അവർക്കൊരു സമാധാനം ആവത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട്, ചന്തുമോള് എന്താ കൊണ്ടാവാത്തെ? ചന്തുമോള് അവന്റെ കുഞ്ഞല്ലേ, കൊണ്ടുപോകേണ്ടതായിരുന്നല്ലോ എന്ന് ചോദിച്ചു. അബി പറഞ്ഞു, നീ ഇങ്ങനെയൊന്നും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പറയരുത്. അറിയാലോ, പറയും, ഞാൻ ഇനിയും പറയും. ആരെങ്കിലും എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുവാണെ ഇറക്കി വിട്ടെ, അന്തസ്സോടെ തലയെടുപ്പോട് കൂടി ഞാൻ ഇറങ്ങിപ്പോവും. പക്ഷെ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറയും. ഇതൊന്നും കണ്ടും കേട്ടും സഹിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അബി പറഞ്ഞു, എന്തൊക്കെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞല്ലോ അവള്. ശ്രീരാമൻ വനവാസത്തിന് പോയി കഴിഞ്ഞപ്പോ പിന്നാലെ സീതയും പോയെന്ന്, അങ്ങനെയൊക്കെയല്ലേ പറഞ്ഞ്. പിന്നെ ഒരു ശ്രീരാമൻ വന്നിരിക്കുന്നു. ശ്രീരാമൻ ആരാ, ഇവനാരാ? ഇവനെ പോലെയുള്ള വൃത്തിയായിട്ടാണ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്നിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കും അബി പറഞ്ഞു, തൽക്കാലത്തേക്ക് നീ എന്നോട് ഇത് പറഞ്ഞു, പക്ഷെ വേറെ ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. നബി പറഞ്ഞു, ഞാൻ പറയും, എനിക്ക് പറയാൻ തോന്നി ഞാൻ ആരോടും വേണമെങ്കിലും പറയുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നബി അങ്ങോട്ട് പോയി. പിന്നീട് ജലജയുടെ അടുത്തേക്ക് അബി എല്ലുവാണ്. അബി എന്നിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് തല്ല് കിട്ടിയില്ലല്ലേന്ന് ചോദിച്ചു. സങ്കടം ഉണ്ടോന്ന് ചോദിച്ചു. എടാ തല്ലട്രാ, തല്ല് കിട്ടിയാലൊന്നും എനിക്കൊരു സങ്കടമില്ല. കാര്യം എന്താണെന്നറിയോ, അതിനേക്കാളും വലിയൊരു കാര്യമില്ല നടന്നിരിക്കുന്നേ. അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ നയന, ഇത്രയും വലിയ സന്തോഷം ഈ അടുത്ത കാലത്തൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല അമ്മേ. പക്ഷെ അമ്മയ്ക്കറിയാലോ, ഈ പറയുന്ന മുത്തശ്ശിനെ ചിലപ്പോൾ അവരെ വിളിച്ചോണ്ട് വരാൻ അധികം സമയം വേണ്ട. മുത്തശ്ശി ആകപ്പാടെ വയലന്റ് ആയിട്ടിരിക്കുക, ചിലപ്പോൾ വിളിച്ചോണ്ട് വരും. എടാ അങ്ങനെ വിളിക്കുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇന്ന് വരെ ഇത്ര ഒരു വലിയ തകർച്ച മൂർത്തി ജ്വല്ലറിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നിന്റെ മുത്തശ്ശന് ആ താങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ വലിയ വലിയ തകർച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിന്റെ മുത്തശ്ശന്റെ ഹൃദയം അങ്ങ് നിലച്ചു പോകും, അറിയാലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അബി പറഞ്ഞു, എത്രയും പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചാൽ മതിയായിരുന്നു. അതേടാ, അത് മിക്കവാറും സംഭവിക്കും. പക്ഷെ ആദർശിനെ ഒരിക്കലും കൂട്ടിക്കൊണ്ട് വരുമെന്ന് തോന്നില്ല. കാരണം നിന്റെ മുത്തശ്ശന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ ജലജ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അബിക്ക് സന്തോഷമായി. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.